അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെയർ ആണ്. അപ്പോൾ ഹെയർ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ റെഫറൻസ് ഒന്ന് ഇത് ചെയ്യുന്നു. അതിന് ശേഷം ഞാൻ എൻ്റെ ഹെയർ ഞാൻ സ്മഡ്ജ് എടുക്കുന്നു, ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെ ഞാൻ ഹെയർ എന്ന് വിളിക്കുകയാണ്. നമ്മൾ ഡിജിറ്റൽ പെയിൻറ്റിങ്ങിലെ പോലെ ഒരുപാട് ലെയറുകളും കാര്യങ്ങളൊന്നും ഇല്ല. ഡിജിറ്റൽ പെയിൻറ്റിങ് നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലെയറുകളുണ്ടാകും. ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് ലെയറുകളൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന ചെറിയ ലെയറുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രോബ്ലം വരില്ല. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഹെയർ ഫേസ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഹെയറും ചെയ്യാം. ഹെയർ ആകുമ്പോൾ കുറച്ചുകൂടി സമയമെടുക്കും. ഫേസ് പോലെ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ സാധിക്കില്ല. കാരണം ഫേസിൻ്റെ ആ ഒരു സ്ട്രാൻഡിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ നോക്കിയിട്ട് വേണം നമുക്ക് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ അതൊരു വൃത്തികേടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് നിങ്ങളിപ്പോൾ രണ്ടാമത് ബ്രഷ് ചെയ്യേണ്ടാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രമേ സ്മഡ്ജ് ചെയ്യാവുള്ളൂ. കാരണം ഞാനിപ്പോൾ രണ്ടാമത് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പെട്ടെന്ന് ചെയ്തു പോകുന്നത്. തന്നെയല്ല ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയതുകൊണ്ട് മാത്രം ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സമയമെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഔട്ട്പുട്ടായിരിക്കും. ഇവിടെയൊക്കെ നമുക്ക് എററുകൾ വന്നിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. ആദ്യം നമുക്ക് ഇതിൻ്റെ സ്മഡ്ജിങ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എററുകളൊന്ന് കുറയ്ക്കാം. അപ്പോൾ ഈ സ്മഡ്ജിങ് ഒന്ന് സ്പീഡപ്പ് ചെയ്യണം, കാരണം സമയം ഒരുപാട് പോകുന്നു. അപ്പോൾ ഞാൻ സ്മഡ്ജിങ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. ഹെയർ എപ്പോഴും ഫേസിൻ്റെ മുകളിലായിരിക്കണം. കാരണം ഹെയറിൽ നിന്ന് വരുന്ന സ്ട്രാൻഡുകൾ ഫേസിലേക്ക് കിടക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ഹെയർ ഫേസിൻ്റെ മുകളിലായിട്ട് വേണം നമുക്ക് പ്ലേസ് ചെയ്യാൻ. അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതിനകത്ത് ഈ പൂവും കായും ഒന്നും എനിക്ക് വേണ്ട. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് റിമൂവ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലെയർ ഇതിൻ്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ലെയർ ഞാൻ താഴെയുള്ള ഹെയർ ലെയറിലേക്ക് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്തു. Ctrl+Alt+G പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ക്ലിപ്പ് ചെയ്യാം. ശേഷം ഞാൻ ബ്രഷ് സെലക്ട് ചെയ്യുന്നു. എൻ്റെ ഷേപ്പ് ഡൈനാമിക്സ് ഞാൻ ചേഞ്ച് ചെയ്യുന്നു. ഒപ്പോസിറ്റി ഒരു 30 കൊടുക്കുന്നു. ഫ്ലോ 30 തന്നെ മതിയാവും. അതിന് ശേഷം ഞാൻ കളറ് സെലക്ട് ചെയ്തിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്.
ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമുക്ക് ബാക്കിയുള്ളതൊക്കെ ത്രൂ ഔട്ട് ദ പ്രോസസ്സിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അടുത്തായിട്ട് എനിക്ക് ഹെഡിൻ്റെ ടോപ്പ് പോർഷൻ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഒരു റെഫറൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിന് നമുക്ക് ലൈൻ എന്ന് കൊടുക്കാം. അതിനുശേഷം ഞാൻ എൻ്റെ ബ്രഷിൻ്റെ ഡൈനാമിക്സ് ചേഞ്ച് ചെയ്യുന്നു. ബ്രഷിൻ്റെ സൈസ് കുറയ്ക്കുന്നു. ഡീഫോൾട്ട് കളർ ഞാൻ പ്രസ് ചെയ്ത് ഡീഫോൾട്ട് കളർ ബ്ലാക്ക് ആക്കുകയാണ്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു 50 കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ആ ഒരു ഹെഡിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് വരച്ചു കൊടുക്കണം. ഓക്കെ, ഇത് മതിയാവും. ബാക്കി നമുക്ക് കേർലി ഹെയർ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് അടുത്തത് ഈ ബേസ് കളറ് നമുക്ക് ഇവിടെ നിന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ ബ്രഷിൻ്റെ സൈസ് കൂട്ടുന്നു. ഞാൻ ഷേപ്പ് ഡൈനാമിക്സ് ചേഞ്ച് ചെയ്തു. ശേഷം നമുക്കിവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മൾ ബേസ് പെയിൻറ്റ് ചെയ്തു. ഇനി അല്പം കളർ ചേഞ്ചുകളൊക്കെ ഉണ്ട്, അത് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കളർ സെലക്ട് ചെയ്യുന്നു. ശേഷം ഞാൻ എൻ്റെ ഷേപ്പ് ഡൈനാമിക്സ് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽസിനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. സോറി, എനിക്ക് എറർ പറ്റി. ഇത്രയും ഒപ്പോസിറ്റഡ് ആവശ്യമില്ല. ഇത് നമുക്ക് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. കാരണം ഇത് വൈറ്റാണ് ഞാനിവിടെ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് നമുക്ക് വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഹെയർ സ്ട്രാൻഡ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. എനിക്കപ്പോൾ അതിന് 2 ലെയർ ഉണ്ട്. ഈ ഹെയർ സ്ട്രാൻഡുകളെ ഇനി നമുക്കൊന്ന് സ്മഡ്ജ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഹെയർ സ്ട്രാൻഡ് എടുക്കുകയാണ്. അതിനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഒറിജിനലെ ഞാനൊന്ന് ഹൈഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് സ്ട്രാൻഡിനെ എടുക്കുന്നു. അതിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. അതൊന്ന് ഹൈഡ് ചെയ്യുകയാണ്. കാരണം എനിക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ എടുത്തു വെച്ചിരിക്കുന്നത്. ഹെയർ ഹൈലൈറ്റ് എന്നുപോലെ നമുക്ക് കൊടുക്കാം. അതിനെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ 2 ലെയറുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് ഞാൻ സെലക്ട് ചെയ്യുന്നു. ശേഷം ഞാൻ എൻ്റെ സ്മഡ്ജ് ടൂൾ എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക.
ഓൾട്ട് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എവിടേക്കാണിത് നമ്മൾ പെയിൻറ്റ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. ഈ ഏരിയയിലാണ് ഇത് പെയിൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ കൺട്രോൾ ഡി അടിച്ചിട്ട് ഡീസെലക്ട് ചെയ്യുക. അപ്പോൾ അത് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ടെങ്ങും നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്യുന്നു. ഞാൻ മുകളിലത്തെ സ്റ്റാൻഡ് എടുക്കുകയാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് മിക്ക ഏരിയകളിലും വന്നിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലത്തെ സെലക്ട് ചെയ്യുന്നു, സ്മഡ്ജ് സെലക്ട് ചെയ്യുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് വിടുകയാണ്. കാരണം ഇത്രയും ഡീപ്പായിട്ടുള്ള ലൈൻസ് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത വർക്കിനെ നമ്മളൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നത്. വളരെ നൈസായിട്ട് വലിച്ചാൽ മതിയാവും. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഹെയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസുകൾ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, എൻ്റെ ഹെയറിന് താഴെയായി എനിക്ക് അല്പം സ്ട്രാൻഡുകൾ വേണം. അപ്പോൾ ഞാൻ ഹെയറിൻ്റെ ഏറ്റവും താഴെയായി ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അതിന് ഞാൻ ഒരു കളർ സെലക്ട് ചെയ്യുന്നു. ബ്രഷ് എടുത്തിട്ട് നമ്മൾ ഒരു കളർ സെലക്ട് ചെയ്യുന്നു. ശേഷം ഞാൻ കുറച്ച് സ്ട്രാൻഡുകൾ വരച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രഷിൻ്റെ ഡൈനാമിക്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് സ്ട്രാൻഡ്സ് വരച്ചു കൊടുക്കാൻ പോകുന്നു. ഞാനതിൻ്റെ ഓപ്പോസിറ്റ് 50 ഫ്ലോ 50 കൊടുക്കാം. ശേഷം നമുക്ക് എൻ്റെ കളർ ഇവിടെ സെലക്ട് ആയിട്ടില്ല, അതാണ് പറ്റിപ്പോയത്. ഓക്കെ, സ്ട്രാൻഡ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഹെയർ ഇതിന് വെളിയിൽ പോയിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ആ ലൈൻസ് നമുക്കവിടെ കാണാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ മുകളിലായി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് ഞാൻ ഇതിൻ്റെ മുകളിലായി ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കതിൻ്റെ മുകളിൽ നമുക്ക് ആ ലൈൻസ് വരും. സ്മഡ്ജ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഓൾ ലെയേഴ്സ് കൊടുത്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും കൂടെ ഇവിടെ സ്മഡ്ജായി, അതുകൊണ്ടാണ് ബോർഡറിൽ ആ ഒരു ഇതുള്ളത്. അപ്പോൾ അത് പ്രശ്നമില്ല, നിങ്ങളത് നോക്കി ചെയ്യുക. നിങ്ങൾ ഒരു ലെയർ മാത്രമായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അൺചെക്ക് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് പിന്നെ ബോർഡേഴ്സിൽ ആ ഒരു എഫക്റ്റ് വരില്ല. നമുക്ക് പടം നോക്കുമ്പോൾ ഒരു ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽസ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ആവശ്യം വലുതായി വരുന്നില്ല. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അത്രയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതിയാവും. നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു അല്പം കുറയ്ക്കാം. ഓക്കെ, ഈ സ്ട്രാൻഡിൻ്റെ ഓപ്പോസിറ്റ് നമുക്കൊരു 55 കൊടുക്കാം.
ശേഷം ഒരു ചെറിയ ഗോഷ്യൻ ബ്ലർ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗോഷ്യൻ ബ്ലർ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. ഒരു 1 പിക്സൽസ് മതിയാവും. ഇതിനും അതേപോലെ തന്നെ നമ്മൾ ഗോഷ്യൻ ബ്ലർ കൊടുക്കുക. ചിലപ്പോൾ കുറച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ചെറിയൊരു ഡീഫോമിറ്റി ഉണ്ട്, ഒരല്പം കൂടെ പൊങ്ങണം എന്നെനിക്ക് തോന്നുന്നുണ്ട്. അത് ഞാൻ സൂം ചെയ്ത് വരച്ചപ്പോൾ പറ്റിയൊരു എററാണ്. അത് നമുക്ക് വേണമെങ്കിൽ അവസാനം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാം ചെയ്തു കഴിഞ്ഞു. നമുക്കിതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യാം. അപ്പോൾ ഹെയർ എല്ലാം കമ്പൈനായി. അതിനുശേഷം ഞാൻ നേരെ ഫിൽറ്ററിൽ പോകുന്നു, ലിക്വിഫൈ ടൂൾ എടുക്കുന്നു. വ്രാപ്പ് ടൂൾ സെലക്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ ആ ഒരു ഷേപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം റെഡിയായി. ഇപ്പോൾ ആ ഒരു ഹെഡിൻ്റെ ഷേപ്പ് കറക്റ്റായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഹെയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തായി നമുക്ക് വേണ്ടത് ഡ്രസ്സാണ്. ഡ്രസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ താഴെയാണ് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ റെഫറൻസിനെ അൺഹൈഡ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ നെയിം ഡ്രസ്സ് ഒന്ന് കൊടുക്കുകയാണ്. ശേഷം നമുക്ക് ഡ്രസ്സ് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രസ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇവിടെയൊക്കെ കുറച്ച് ഇത് നമ്മുടെ ഹെയറിൽ ഓൾറെഡി കുറച്ച് എററുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യണം. ഇതുകൊണ്ട് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്മഡ്ജ് ടൂൾ എടുക്കുന്നു. ഞാനിവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ സംഭവിച്ച അതേ എററുകൾ നമുക്ക് ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു സോളിഡ് കളർ ബ്ലാക്ക് ഇടുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിൻ്റെ ഡ്രസ്സിൻ്റെ ഔട്ട്ലൈനിലെല്ലാം നമുക്ക് ഔട്ട് പോയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സാമ്പിൾ ഓൾ ലെയേഴ്സ് ചെക്ക് ചെയ്യിക്കുമ്പോൾ ഈ എല്ലാ ലെയറുകളും സെലക്ട് ചെയ്താണ് സ്മഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറും നമ്മൾ ഇതിൽ കയറി വരും. അപ്പോൾ നമുക്ക് അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്, നമുക്ക് ഡ്രസ്സിലാണ് ഇപ്പോൾ ഈ വൈറ്റ് കയറി വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്യുന്നു. ശേഷം ഞാൻ പെൻ ടൂൾ എടുക്കുന്നു. എനിക്ക് ആവശ്യമുള്ള ഏരിയ ഞാൻ മാസ്ക് ചെയ്യുക. ഞാനൊരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാനൊരു ഫെദർ 2 ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാനൊരു മാസ്ക് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ പോർഷനിൽ നമ്മൾ സെലക്ട് ചെയ്ത ഐറ്റംസും പോയി. അപ്പോൾ അത് നമുക്കൊന്ന് ബാക്ക് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഈ മാസ്ക് ഒന്ന് ഹൈഡ് ചെയ്യാണ്.
ഇവിടെയും നമുക്ക് ഔട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഡ്രസ്സിൻ്റെ ഏരിയ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാനൊരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, എൻ്റെ മാസ്ക് തിരികെ കൊണ്ടുവരികയാണ്. ഇവിടെ നമുക്ക് വൈറ്റ് പെയിൻറ്റ് കൊടുക്കാം. എക്സ് വെച്ച് നമുക്ക് കളറൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് കൺട്രോൾ ബാക്ക് സ്പേസ് ചെയ്താൽ നമുക്ക് ഡ്രസ്സിൻ്റെ ഏരിയ തിരികെ കിട്ടി. അപ്പോൾ ഈ ഏരിയയിലാണ് ഇത്രയും ഡ്രസ്സ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഏരിയ എനിക്ക് മിസ്സായി. അപ്പം നമുക്ക് ആ ഏരിയ നമുക്ക് വേണം. ഇവിടെ ഞാൻ വൈറ്റ് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ഡ്രസ്സിൻ്റെ ഏരിയ അത്രയ്ക്ക് സെലക്റ്റായി. ഇനി എനിക്ക് ഡിസൈൻസൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾക്ക് സിമ്പിൾ ഡിസൈൻ റിമൂവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാച്ച് ടൂളോ അല്ലെങ്കിൽ ഹീലിംഗ് ബ്രഷ് ടൂളോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിത് ഒന്ന് മിനിമൈസ് ചെയ്യുന്നു. ശേഷം എനിക്ക് ഈ ഏരിയയിൽ നിന്നും പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ലെയർ സെലക്ട് ചെയ്യുന്നു, ബ്രഷ് എടുക്കുന്നു, സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, ഡൈനാമിക്സ് ചേഞ്ച് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഒരു 30 കൊടുക്കുന്നു, ഫ്ലോയും ഒരു 30 കൊടുക്കുന്നു. ശേഷം ഞാൻ കളർ സെലക്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്യാം. ഈ ഹെയർ സ്ട്രാൻഡിൻ്റെ കുറച്ച് ഐറ്റംസ് ഈ ഡ്രസ്സിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ എൻ്റെ ഡ്രസ്സ് കളർ ഇവിടോട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ഡ്രസ്സ് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ഇതിനകത്തേക്ക് എനിക്ക് ഹൈലൈറ്റ്സ് വേണം. ആ ഹൈലൈറ്റ്സിന് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ ഞാൻ ഈ കളർ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ ഒരു ഡാർക്ക് കളർ ഞാൻ ചൂസ് ചെയ്യുന്നു. അതിനുശേഷം ഞാനത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഏരിയയും വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഈ ഏരിയയിലും കൂടെ ശേഷം കൺട്രോൾ പ്രസ് ചെയ്ത് ഈ മാസ്ക് കോപ്പി ചെയ്യുക. അതിനുശേഷം ഈ രണ്ട് ലെയറുകളെ നമ്മളൊന്ന് കമ്പൈൻ ചെയ്യുന്നു. അതായത് ഈ കളർ ലെയറിനെ നമ്മളൊന്ന് കമ്പൈൻ ചെയ്യുന്നു. അതിനുശേഷം ഈ മാസ്ക് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഒരു മാസ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തൊക്കെയാണ് നമുക്ക് എററുകൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഫൈനലിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും ഓക്കെ ആയിരിക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് കൈയും കൂടെയാണ് ഉള്ളത്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസുകളൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഞാൻ റെഫറൻസ് തിരിച്ചു വിളിക്കുന്നു. അതിനുശേഷം ഞാൻ പുതിയൊരു
ലെയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ലെയറാണ് എനിക്ക് ഹാൻഡ് പെയിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പഴയതുപോലെ തന്നെ നമ്മൾ സ്മഡ്ജ് ടൂൾ എടുക്കുന്നു, റബ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഹാൻഡും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനലായിട്ടുള്ള ടച്ചപ്പുകൾ തീർക്കാം. ഇവിടെ എനിക്ക് കുറച്ചൊരു കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഒരു ടച്ചപ്പ് ലെയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഒരു ടച്ച് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ എനിക്ക് ഹെയർ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ ഷെയ്ഡ് ഡൈനാമിക്സ് അതുപോലെ തന്നെ ഉണ്ട്. ഞാൻ എൻ്റെ സൈസ് ചേഞ്ച് ചെയ്യുന്നു. ഈ ടച്ച് ലെയറിൽ ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്. ഇതിന് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചേഞ്ചസ് വരുത്തുക. ഇനി നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറൊക്കെ ചെയ്ത് കുറച്ചുകൂടെ ഒരു ഇത് കൊടുക്കാം. ഞാനൊരു ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ കളർ ഒരു യെല്ലോയിഷ് ആക്കി ഞാൻ അല്പം കളർ കൂട്ടി കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിത് മാസ്ക് ഇൻവേഴ്സ് ചെയ്യാൻ വേണ്ടി Ctrl+I പ്രസ് ചെയ്യുന്നു. ശേഷം ഞാൻ ബ്രഷ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഡൈനാമിക്സ് ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് യെല്ലോയിഷ് ആയിട്ട് തോന്നേണ്ട എവിടെയാണോ അവിടെയൊക്കെ ഞാനൊന്ന് ഇത് വൈറ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ രീതിയിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. നമുക്ക് കുറച്ചുകൂടി ഒരു കിട്ടി. നമുക്ക് കൈക്കും കൂടെ കൊടുത്തേക്കാം. അപ്പോൾ
കുറച്ചുകൂടെ ഒരു ആർട്ടിസ്റ്റിക് എഫക്റ്റ് നമുക്കിവിടെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കളറുകൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ബ്ലൂ ഒക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാമെന്നൊന്നും പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു കളർ ലുക്കപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പ്രീസെറ്റുകൾ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ പ്രീസെറ്റുകൾ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ പ്രീസെറ്റുകൾ അത്ര അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രീസെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രീസെറ്റുകൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർട്ട് എഫക്റ്റുകൾ കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ പ്രീസെറ്റുകളൊന്നും ഞാൻ അത്രയ്ക്ക് അവൈലബിൾ അല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രീസെറ്റ് കൊടുത്തതിന് ശേഷം ഓപ്പോസിറ്റ് കുറച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു എഫക്റ്റും കൂടെ അതിൻ്റെ മുകളിൽ ആഡാകും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആർട്ടിസ്റ്റിക് ആക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ത് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം ഇതിനകത്തുനിന്ന്. ഈ ഒരു സബ്ജക്റ്റിനെ കൊണ്ട് ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണുകൾ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇനിയും നല്ലൊരു സബ്ജക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.